എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളരിക്കയും ചെറുപഴവും കൊണ്ടുള്ളൊരു പുളിശ്ശേരിയുടെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറുപഴം ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്, 2 പച്ചമുളക്. ഇത് ഇനി ഒന്ന് കഴുകി അരിഞ്ഞെടുക്കാം. ഈ ഒരു പാകത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളരിക്കയും പഴവും പച്ചമുളകും അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം. നന്നായിട്ട് വെന്ത് കിട്ടണം. ആ സമയം കൊണ്ട് കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂണ് ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂട്ടെല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ പത വരുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. തിളച്ച് മറിഞ്ഞു പോകണ്ട. ഈ ഒരു സമയം ഒരു ഗ്ലാസ് തൈരെടുത്തത് ഒന്ന് മിക്സിയിൽ കറക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അല്പം പുളിയുള്ള തൈരാണ്. ഇങ്ങനത്തെ തൈര് പുളിശ്ശേരിക്ക് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയെല്ലാം വറുത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ പുളി ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് ഉലുവയും കടുകും ഇട്ട് കൊടുത്തു. 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നല്ല മണമായിരിക്കും അത് സെർവ് ചെയ്യുന്ന സമയത്ത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.